നമസ്കാരം. ഏവർക്കും പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് വിശേഷപ്പെട്ട ചിത്രങ്ങളാണ്, രണ്ട് താക്കോലാണ്. ഈ രണ്ട് താക്കോലുകളിൽ ഒന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ പ്രാർത്ഥിച്ചതിന് ശേഷം കണ്ണുകൾ തുറന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായ ഒരു താക്കോൽ നിങ്ങൾ തിരഞ്ഞെടുക്കൂ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില പുതിയ അവസരങ്ങൾ തുറക്കപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായും ഈ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ആ ഫലങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ആ ശക്തിയുമായി ബന്ധപ്പെട്ട തൊടുകുറിയെ തന്നെ പരാമർശിക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കൂ. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിന് മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം അത് കമന്റായി രേഖപ്പെടുത്തി ഏവരും ഒരു നിമിഷം വന്ദിക്കൂ. അപ്പോൾ ആദ്യത്തെ താക്കോലാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് നിൽക്കുന്ന ഏവർക്കും സംരക്ഷണം നൽകുന്നവരാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. മനസ്സ് തുറന്ന് സ്നേഹിക്കുവാൻ കഴിവുള്ള വ്യക്തികളാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. കപടത ഇല്ലാത്ത വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. മറ്റുള്ളവരെ പറ്റിക്കണം, അത്തരത്തിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കാത്തവരാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് എങ്കിലും തെറ്റായി ഒന്നും മറച്ചു വയ്ക്കുവാൻ ഇല്ലാത്തവരായി പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ആദർശവും അഭിമാനവും എപ്പോഴും ജീവിതത്തിൽ നിലനിർത്തി പോരുന്നവരാണ് എന്ന് നിസ്സംശയം പറയാം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എല്ലാവർക്കും നിങ്ങളെ സമീപിക്കുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരോടും കൃത്യതയോടെ പെരുമാറുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങൾ പല സമയങ്ങളിലായി ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നത് വാസ്തവമാണ്. പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പോലും വളരെയധികം അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങളെ ചുറ്റുമുള്ളവരെ അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ, വേണ്ടപ്പെട്ടവരെ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തികളാണ്. അവർക്ക് പണവും അതേപോലെ അറിവും സന്തോഷവും എല്ലാം നൽകുവാൻ അത് സംരക്ഷണമാണ് എങ്കിലും അതവർക്ക് നൽകി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവരാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയാണ്. ജീവിതത്തിലേക്ക് വളരെയധികം നന്മകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് പറയാം. നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായി പറയുകയാണ് എങ്കിൽ പല കാര്യങ്ങളിലും പലരെയും നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. അത് ഇപ്പോൾ പോസിറ്റീവായ ഊർജമായി തന്നെ മാറും എന്നുള്ളതാണ്. കാരണം തെറ്റുകളിൽ നിന്നും നിങ്ങൾക്ക് ഒരു മോചനം ഇവിടെ സാധ്യമാവുകയാണ്. ഇനി പറ്റിക്കപ്പെടുവാൻ സാധിക്കില്ല എന്നത് വാസ്തവമായ കാര്യം തന്നെയാണ്. പല കാര്യങ്ങളിലും സ്വാർത്ഥത പലർക്കും ഉണ്ട്.
അത് പലപ്പോഴും മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നില്ല എങ്കിൽ ഈ സമയം അത് സാധിക്കുന്നു എന്നത് ജീവിതത്തിൽ ഗുണകരമായി ഭവിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും തട്ടിയെടുക്കുവാൻ പലരും ശ്രമിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അത് നിങ്ങൾക്ക് അംഗീകരിച്ച് കൊടുക്കുവാൻ ഒരിക്കലും സാധ്യമായ കാര്യമല്ല. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളെ തകർക്കുവാനോ അല്ലെങ്കിൽ തർക്കിക്കുവാനോ ഒന്നും പലർക്കും സാധിക്കാത്തതായ സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ്. മനസ്സിനെ വളരെയധികം തളർത്തുന്ന പല കാര്യങ്ങളും ജീവിതത്തിലുണ്ട്. അത്തരം കാര്യങ്ങളിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കാണുന്നു. ഈ സമയം സന്തോഷം, സമാധാനം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിലും പലപ്പോഴും അത് ലഭിക്കാത്തതായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. മനസ്സിൽ പല വേദനകളും നിലനിൽക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല രീതിയിലും നന്മകൾ നിങ്ങൾക്ക് ലഭിക്കാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും പഴിയും ദേഷ്യം പോലുള്ള കാര്യങ്ങൾ എല്ലാം നേരിടേണ്ടതായി വന്നാലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നത് വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാം എന്നുള്ളതാണ്. ഒരുപാട് നാളുകളായി നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാം. കഷ്ടതകളും ദുഃഖങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു മോചനമാകാം നിങ്ങൾക്ക് സാധ്യമാവുക. പല കാര്യങ്ങളിൽ നിന്നും ഒരു സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കാം എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളെക്കുറിച്ചും ഓർത്ത് വളരെയധികം പ്രയാസങ്ങൾ, വിഷമകരമായ കാര്യങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എന്നത് വാസ്തവമാണ്. ധനപരമായി പോലും ഒരു ഉയർച്ച ഇല്ലാത്തതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി വളരെയധികം പ്രവർത്തിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വളരെയധികം പ്രതീക്ഷകൾ ജീവിതത്തിൽ വച്ച് പുലർത്തുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ പല നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ആ നഷ്ടങ്ങളിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാം എന്നുള്ളതാണ്. പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി അല്ലെങ്കിൽ ഈശ്വരനിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. തീർച്ചയായും നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ അത് നടക്കും എന്നും പല കാര്യങ്ങളിലും മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കാം. പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും ആ പ്രയാസങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈശ്വരാനുഗ്രഹത്താൽ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതുണ്ട് എങ്കിലും ഈശ്വര സഹായത്താൽ അതിനെ തരണം ചെയ്ത് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനും പുതിയ മാർഗങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുവാനും സാധ്യത തെളിയുന്നു എന്നുള്ളതാണ് വാസ്തവം. പലരും നിങ്ങളെ തരം താഴ്ത്തുന്നതായ സാഹചര്യങ്ങളുണ്ട്. വേദനിപ്പിക്കുന്നതായ പല അനുഭവങ്ങളും ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് മാറ്റങ്ങൾ സാധ്യമാവുകയും ഭാഗ്യം തീർച്ചയായും ജീവിതത്തിലേക്ക് വന്നു ചേരും. ധനഭാഗ്യം പോലും കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം നിങ്ങൾ വിശ്വാസത്തോടെ തന്നെ ജീവിക്കണം. ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ധനപരമായ പുരോഗതി നിങ്ങളിലേക്ക് കടന്നു വരാം എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും ചില കാര്യങ്ങളിൽ ഉണ്ടായിരിക്കാവുന്ന അനുകൂല സാഹചര്യങ്ങൾ അത് കൃത്യതയോടെ വിനിയോഗിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടുണ്ട്. അവസരങ്ങൾ തന്നെയാണ് വിനിയോഗിക്കേണ്ടത്. അത് കൃത്യമായി വിനിയോഗിച്ച് മുന്നോട്ട് തന്നെ നീങ്ങൂ. രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ
അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ആരെയും വേദനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരല്ല നിങ്ങൾ. ആരുടെ കയ്യിൽ നിന്നും ഒന്നും തട്ടിപ്പറിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുമല്ല. അതിനുള്ള ശ്രമങ്ങൾ നടത്താറുമില്ല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ലഭിക്കുന്നത് അതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുവാൻ ശ്രമിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പല കാര്യങ്ങളിലും കടബാധ്യതകൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ട്. കടഭാരങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ട്. അത് നിങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാകണം എന്നില്ല, മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട് പോലുമാകാം. നിങ്ങളെ മനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം വിഷമിപ്പിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നു എന്നത് വാസ്തവമാണ്. കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പോലും പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും കുറ്റപ്പെടുത്തുന്ന സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. പല കാര്യങ്ങളിലും പരിഹാസങ്ങൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. പരിഹാസങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്ന സാഹചര്യം പോലുമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും പല കാര്യങ്ങളിലും കഷ്ടതകൾ നിങ്ങളെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. കടഭാരങ്ങളും രോഗദുരിതങ്ങളും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അനുഗ്രഹങ്ങൾ തന്നെയാണ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ടത് എന്നുള്ളതാണ് വാസ്തവം. ഈശ്വരാനുഗ്രഹത്താൽ പല കാര്യങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളുടെ വിഷമം പുറത്തറിയാതിരിക്കുവാൻ, പല കാര്യങ്ങളും അറിയാതിരിക്കുവാൻ അഭിനയിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിരാശ നിങ്ങളെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. മനസ്സിൽ വളരെയധികം ഭാരം ഉണ്ട് എന്നതും വാസ്തവമാണ്. ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈശ്വരൻ ഒരുക്കി വച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമാകാവുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പല കാര്യങ്ങളും കൃത്യതയോടെ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന വിധം നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ജോലി ഭാഗ്യമാകാം, തൊഴിൽ ഭാഗ്യമാകാം, അത്തരം ചില കാര്യങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം പ്രയാസങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഒരു മാറ്റം സംഭവിക്കാം. അതായത് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ മാറ്റം സംഭവിക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ പ്രയാസങ്ങൾ അത് മറികടക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ചില മാറ്റങ്ങൾ, വിഷമതകൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പരാതികളും പരിഭവങ്ങളുമില്ല എങ്കിൽ മറ്റു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങൾ വേട്ടയാടുന്നു എന്നത് വാസ്തവമാണ്. കടഭാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. കടവുമായി ബന്ധപ്പെട്ട വിഷമതകൾ നിങ്ങളെ വളരെയധികം കഠിനാധ്വാനികളാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അത്രമേൽ കടമോ അല്ലെങ്കിൽ അത്തരം വിഷമതകളോ ഉള്ളതിനാൽ തന്നെ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നതായ സാഹചര്യമുണ്ട്. അതിനാൽ അധ്വാനിച്ച് വളരെയധികം മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറി അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നുള്ളതാണ്. പുതിയ ജീവിതമാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ അത് സാധ്യമാകാവുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില മാറ്റങ്ങൾ പ്രത്യേകിച്ചും 3 മാസത്തിനകം കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കാം.
ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകാവുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളെ കളിയാക്കിയവരും ഒറ്റപ്പെടുത്തിയവർ പോലും ഈ സമയം നിങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈശ്വരാനുഗ്രഹത്താൽ പലവിധ നന്മകളും കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നതായ കാര്യങ്ങൾ അനുകൂലമായി തീരാം എന്നതും വാസ്തവമാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അർഹിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. അത് ലഭിക്കാത്തതിലുള്ള വിഷമതകളും നിങ്ങൾക്കുണ്ട്. ശത്രുദോഷങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത്തരം ചില കാര്യങ്ങൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന ആഗ്രഹം സാധ്യമാകാം. നിങ്ങളെ വളരെയധികം തളർത്തുന്ന സാഹചര്യങ്ങൾ ശത്രുദോഷവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ഈ സമയം മനസന്തോഷം അല്ലെങ്കിൽ സമാധാനം അത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നുള്ളതാണ്. ഈ സമയം പല കാര്യങ്ങളിലും കുറ്റം കണ്ടുപിടിക്കുന്ന വ്യക്തികൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ തളർത്തുവാൻ ശ്രമിച്ചു എന്ന് വരാം. എന്നാൽ അതിലവർ വിജയിക്കണം എന്നില്ല. ഈ സമയം മനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം ഭാരം പല കാര്യങ്ങളിലൂടെയും കടന്നു വരുന്നു എന്നത് വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നന്മകൾ ലഭിക്കാവുന്ന സാധ്യമാകാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രവർത്തികൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും പഴി കേട്ടിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിലെ സത്യാവസ്ഥ പലർക്കും മനസ്സിലാക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഇനി അത്തരം കാര്യങ്ങളിൽ വളരെയധികം മനോബലത്തോടെ നിൽക്കുവാനും ആ സാഹചര്യത്തെ തരണം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും ഈ സമയം നിങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്നും മാറ്റങ്ങളിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ്. ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് നീങ്ങൂ.